അങ്ങനെ നമ്മുടെ രേവതിക്ക് വലിയ ഡെക്കറേഷൻ വർക്ക് കിട്ടുന്നുണ്ട്. 8.5 ലക്ഷം റുപ്യ ഡെക്കറേഷൻ വർക്ക് കിട്ടുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ ഹേമയ്ക്കാണെങ്കിൽ അവളോട് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ രേവതി പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹേമയാണെങ്കിൽ കാറിൽ പിന്നിൽ തന്നെ നമ്മുടെ രേവതിനെ വന്നിട്ട് തടയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ കീഴിൽ പണിയെടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട്, എനിക്ക് ആരുടെയെങ്കിലും കീഴിൽ പണിയെടുക്കണമെങ്കിൽ എനിക്കിപ്പോൾ ഈ ബിസിനസ് തുടങ്ങേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ സ്വപ്നങ്ങൾ വലുതാണ്. ഞാൻ ആരുടെയും കീഴിൽ പണിയെടുക്കാൻ പോണില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹേമയ്ക്കാണെങ്കിൽ വലിയ ദേഷ്യം വരുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ചന്ദ്ര ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ രേവതിയും ഹേമയുടെയും സംസാരം. എന്തായാലും നമ്മുടെ രേവതി പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഹേമോട്, എന്താ നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതിക്ക് ഇങ്ങനെ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്, അത് എൻ്റെ താഴെ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെ വിട്ടുകൊടുക്കരുത്, അവൾക്ക് ഈ കാശ് കിട്ടി അവൾക്ക് വലിയ അഹങ്കാരമാണ്, അതുകൊണ്ട് അവൾക്ക് ഒരിക്കലും ആ വർക്ക് വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അവൾ ഞങ്ങളുടെ വീടിൻ്റെ മേലെ ഒരു റൂം എടുക്കാൻ അതിനെ അവൾ ഈ ഓടി ചാടിയിട്ട് എല്ലാ വർക്കും തിരഞ്ഞു പിടിച്ചിട്ട് കണ്ടെത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹേമ പറയുന്നുണ്ട്, എന്നോട് അവൾക്ക് കളി, എന്നോട് കളിച്ചവരാരും ജയിച്ചിട്ടില്ല, ഞാൻ ആ വഴി എങ്ങനെയെങ്കിലും അടയ്ക്കുമെന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും എല്ലാവരും മടങ്ങുന്നുണ്ട് വീട്ടിലേക്ക്. നമ്മുടെ രേവതി എത്തുമ്പോൾ നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട്, എനിക്കും ഹേമയ്ക്കും തമ്മിൽ ഗംഭീര അടി ഉണ്ടായി, അവൾക്ക് ഈ വർക്ക് വേണമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ എൻ്റെ ജീവനുള്ള കാലം ഞാൻ ഈ വർക്ക് ചെയ്ത് എല്ലാവരുടെ മുന്നിൽ കാട്ടിത്തരും എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എന്തായാലും നീ ഈ വർക്കായിട്ട് മുന്നോട്ട് പോകണം, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ഈ വർക്ക് എങ്ങനെയെങ്കിലും ചെയ്തെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.